ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിഡിലൻ കുറുമയുടെ റെസിപ്പിയാണ്. അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ, കഴിക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റ് വരുമ്പോഴും കൊടുക്കാം. അതായത് നമ്മൾ മട്ടൺ കുറുമയും ചിക്കൻ കുറുമയും ബീഫ് കുറുമയൊക്കെ വെക്കാറില്ലേ, അതേ ഫ്ലേവറും അതേ ടേസ്റ്റും അതുപോലെ തന്നെ ഇരിക്കുന്നു. കടലയാണെന്നുള്ള വ്യത്യാസം മാത്രം. വെള്ളക്കടല കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളക്കടല എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വൈകുന്നേരത്തെ ഫുഡിനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പം വെള്ളത്തിൽ കുതിർക്കാനിട്ടു. അത് ഈ വെള്ളത്തിൽ കുതിർക്കാനിടുമ്പോൾ 1 സ്പൂൺ ഉപ്പ് കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തു. ഒരു 5 മണിക്കാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കടല നന്നായി കഴുകി ആ കടലയ്ക്ക് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് സവോളയും വേപ്പിലയും ഇടാൻ പോവാണ്. ഒരു സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. അതെന്തായാലും എല്ലാവരും ഇടണം കേട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമല്ലാതെ ഉണ്ടാവും, പക്ഷെ ഒരു ടേസ്റ്റ് ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ഇത് വരണമെങ്കിൽ ആ തേങ്ങാക്കൊത്തിടണം. പിന്നെ കാന്താരി മുളകോ പച്ചമുളകോ അത് എരിവിന് ആവശ്യമുള്ള അത്രയും തന്നെ ഇടണം. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാനൊരു 7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇളക്കി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഒരു സാധനം കൂടിയുണ്ട് കേട്ടോ, ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവുകയാണേ. എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഒരു ഉരുളക്കിഴങ്ങ്. ആ ഉരുളക്കിഴങ്ങിന് തൊലി കളയാതെ ഞാൻ 4 പീസായിട്ട് മുറിച്ചെടുത്തു. നല്ലതുപോലെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമത്തി വെക്കുകയാണ്. ഇത് നമുക്ക് അവസാനം നമുക്കിതിനകത്തേക്ക് വേണ്ടുന്ന പേസ്റ്റ് ആക്കാൻ വേണ്ടുന്ന കേട്ടോ, അവസാനം ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടു നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അതായത് തേങ്ങ, അത് ഇതിനൊരു കപ്പ് തേങ്ങ, അതിലേക്ക് 2-3 വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അത് പെരിഞ്ചീരകം, ഇത്രയും പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. വേറെ മസാലപ്പൊടി നമ്മൾ ചേർക്കത്തില്ല, അതുകൊണ്ട് പെരിഞ്ചീരകമാണ് ഇടുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ടുണ്ട്, നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് ബാക്കി സാധനമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളിടാം. മസാലകളെന്ന് വെച്ചാൽ പൊടിയല്ല. ഒരു 3 ഗ്രാമ്പൂ, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതെല്ലാം അങ്ങനെ തന്നെ ഇടണം. 2 കഷ്ണം പട്ട, 2 ഏലക്ക ഒന്ന് ചതച്ചത്. ഇത്രയും സാധനങ്ങൾ എണ്ണ ചൂടാകുമ്പോഴൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. നല്ല ആ ഫ്ലേവർ പുറത്തേക്ക് വരണം. നന്നായിട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് വറമുളക് ഇടുകയാണ്. ഒരു 3-4 വറമുളകും കൂടെ ഇട്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതൊന്ന് മുളകും ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. രണ്ടും നല്ലതുപോലെ മൂത്തതിന് ശേഷം ബാക്കി സാധനം ഇടാം. അതൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഓരോ ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഇതിനൊക്കെ എടുത്ത് വഴറ്റുന്ന പോലെയല്ല, നന്നായി വാടണം. വന്നിട്ട് നമ്മൾ സവാള ഇടാവുള്ളൂ. ഒരു ചെറിയ ബ്രൗൺ കളർ ആയിക്കോട്ടെ. വേപ്പില ഇട്ടു. വേപ്പില എത്ര ഇട്ടാലും നല്ലതാട്ടോ. ഞാൻ വേപ്പില എപ്പോഴും ഇട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും വേപ്പിലക്കറി എന്നാണ് പറയുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നല്ല ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആ പെരിഞ്ചീരകമൊക്കെ മൂത്തതിൻ്റെ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവോള ഇട്ടു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഈ സവോളനെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിടുന്നുള്ളൂ. കടലയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. ഒരു 3/4 ഭാഗം വാടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത്രയും വാടിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ്
ഇതിനകത്തേക്ക് ഇട്ട് അതും ഒന്ന് നല്ലതുപോലെ വാടി വരട്ടെ. വാടി വെന്ത് ഉടയണം അത്. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ റെഡിയായിട്ട് നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അല്ല, അതിനു മുന്നേ നമുക്ക് പൊടി ചേർക്കണം. എന്താ കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കിഴങ്ങിനെ എടുത്ത് മാറ്റുകയാണ്. നമുക്കിത് പേസ്റ്റ് ആക്കാനുള്ളതാണല്ലോ. കടല വെന്ത ഒരുപാട് വെള്ളമൊന്നുമില്ല, കറക്റ്റായിരുന്നു അത്. ഇനി ഇത് 2 സ്പൂൺ കടലയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ എടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിനകത്ത് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നട്ട്സൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അത് വറതാളിച്ചിടുമ്പോഴും ഒക്കെ ടേസ്റ്റായിരിക്കും. ഇനി ഇതിനെയൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഞാനിതൊന്ന് ഉടച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടിട്ട് ഒറ്റ ഇതിൽ തന്നെ അത് പേസ്റ്റായി കിട്ടും. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ പേസ്റ്റാണ് നമ്മൾ ഇതിനെ നല്ല ക്രീമി ആക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഈ കടല കുറുമയുടെ ആ ഗ്രേവി തന്നെ കഴിക്കാനായിട്ട്. അതാണ്ട കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു. ഒന്ന് ഓടിച്ചിട്ട് വരാം. ഇതാ അരച്ച് വന്നിട്ടുണ്ട്. അതാ നോക്കിയാൽ എന്ത് രസം കാണാൻ, ഐസ്ക്രീം പോലെ ഇരിക്കുന്നില്ലേ? നല്ല പതഞ്ഞ് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇതിടുമ്പോൾ തന്നെ കറി നല്ല തിക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ അതും അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ വാടി നന്നായി വന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല. മല്ലിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ 2 ഗ്ലാസ് കടലയല്ലേ ഉള്ളൂ. ഞാൻ അതിനകത്തേക്ക് 2 ടീസ്പൂൺ വടിച്ചൊന്നുമല്ല, നിറച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്പൂണാണ് കേട്ടോ. ആ സ്പൂണിന് 2 സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ശരിക്കൊന്ന് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണ്. നല്ല എരിവൊക്കെ ഉള്ളതാണ്, നല്ല ഫ്ലേവറും ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ആ എണ്ണയിൽ കിടന്ന്, ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ പൊടി ഒന്ന് മൂത്ത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓൺ ചെയ്യാം. അപ്പം ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ കടല ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഭംഗിയായി വെള്ളക്കടലയ്ക്ക് കുറുമ വെക്കാനായിട്ട്. മറ്റേ കടല കുറുമ വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല, അത് റെഡ് കളറല്ലേ ഇരിക്കണേ. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പിടാം. അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ക്രീമിയാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ, അതിൽ നിന്ന് പകുതി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ കൂടെ ഒഴിക്കരുത്. എന്നുവെച്ചാൽ പെട്ടെന്ന് തിക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ കറി കഴിക്കാൻ പാടായിരിക്കും, കുറുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പൊന്ന് നോക്കുകയാണ്. എനിക്ക് ഉപ്പ് പോരാ, ഞാൻ കുറച്ചുകൂടെ ഉപ്പിടുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇത്തിരി ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് ഞാനൊരു 2 സ്പൂൺ ഒഴിക്കുക കേട്ടോ. ആ കടലയും കിഴങ്ങും കൂടെയൊക്കെ അരിഞ്ഞ് വന്നപ്പം നല്ല രസമുണ്ട്. നട്ട്സും കൂടി ആകുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനനുസരിച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കുറുകി പോവുകയാണെങ്കിൽ ഒന്നുകൂടെ ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. നമ്മൾ സാധാരണ കടലയൊക്കെ തേങ്ങ വറുത്തരച്ചു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ മുളകും മല്ലിയും വറുത്ത് അങ്ങനെയൊക്കെയല്ലേ കറി കഴിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണേ. ഇടയ്ക്കൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവില്ലാതെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഇഷ്ടം എന്ന് മാത്രമല്ല ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇതിന്.
അപ്പോൾ ഞാൻ ദേ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഇച്ചിരി കൂടെ കുറുകണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ബാക്കിയൂടെ ആ പേസ്റ്റ് അതിനകത്തേക്ക് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. എന്താ സാധനം ഇട്ട് കൊടുത്ത പെരിഞ്ചീരകം, ആ പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ലും ബാക്കിയുടെ എല്ലാം ആദ്യം ഇട്ട് കൊടുത്ത ഇതൊക്കെ ഇല്ല മസാലയുടെയൊക്കെ. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് ഇച്ചിരി വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചില്ല പിന്നെ കറി എന്തിനു കൊള്ളാം. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു. കറി റെഡിയായി. നല്ല കിടുക്കാച്ചി കടലക്കുറുമ. അപ്പോൾ ഇതാരെങ്കിലും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.